പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നഷ്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്ന കർത്താവെ, പിരിഞ്ഞ് താമസിക്കുന്നവരുടെ
ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണം ഈശോയെ. അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തരം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിച്ചിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തിൽ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ മെറ്റീരിയലിസത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ഈശോ പറഞ്ഞു ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണെന്ന് പറഞ്ഞു, ആത്മാവിലും ജനിക്കുന്നത് ആത്മാവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ഈ ജഡത്തെ ആത്മവൽക്കരിക്കാൻ വേണ്ടി ദൈവസ്നേഹത്തിൻ്റെ മെറ്റീരിയൽ ഭൗതിക രൂപമായ യേശുവിനെ മനുഷ്യാവതാരത്തിലൂടെ കുരിശുമരണത്തിലൂടെ ദൈവസ്നേഹം എന്താണെന്ന് നമ്മളെ തിരിച്ചറിയിച്ചിട്ട് ആ സ്നേഹം സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ പദ്ധതി പ്രകാരം വിളിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്നേഹിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ആയിരിക്കണം, ജഡമായിരിക്കുന്ന മനുഷ്യൻ, ആത്മാവായിരിക്കണ ദൈവം. അപ്പം എന്നിട്ട് പറഞ്ഞ് ഇത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, നിക്കോഡെമോസ് പറഞ്ഞ പോലെ സംഭവിക്കും. എന്താണ്? ജഡത്തിലും ജനിക്കണം ജഡമായിട്ടേക്ക് ജനിച്ചുകൊണ്ടേയിരിക്കും, ആത്മാവിൽ ജനിക്കണം ആത്മാവായിട്ടേക്ക് ജനിച്ചുകൊണ്ടേയിരിക്കും, തമ്മിൽ ഇൻട്രാക്ട് ചെയ്യത്തില്ല. യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, മാംസത്തിൽ ജനിക്കുന്ന മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ജനിക്കുന്ന ആത്മാവുമാണ്. അപ്പം അതുകൊണ്ട് ഇത് സമാന്തര രേഖ പോലെയാണ് പോകണം, തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. ഇതിന് തമ്മിൽ കൂട്ടിമുട്ടാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച പദ്ധതി എന്താണ്? ഈ എനർജിയെ അല്ലെങ്കിൽ അതായത് ആത്മാവിനെ മെറ്റീരിയൽ മനുഷ്യരൂപം സ്വീകരിക്കുക. അങ്ങനെ ആത്മാവ് ദൈവം ആത്മാവാണെന്ന് പറഞ്ഞില്ലേ യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവം ആത്മാവാണ്, നമ്മൾ ജഡവുമാണ്. ഇനി ദൈവം എന്താ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്? ഈ ആത്മാവ് ജഡത്തെ സ്വീകരിക്കും. അപ്പോൾ ആരാണുണ്ടായത്? ദൈവപുത്രനുണ്ടായി. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മനുഷ്യാവതാരമാണ്. ഈ മനുഷ്യാവതാരത്തിലൂടെ ദൈവം എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് കുരിശുമരണം. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? അവനെ സ്വീകരിച്ച യോഹന്നാൻ 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം, ദൈവസ്നേഹം സ്വീകരിച്ചവർക്കെല്ലാം, അവർ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം, ആ സ്നേഹത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം എന്താണ്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ അവർ ദൈവമക്കളായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ദൈവമക്കളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രക്രിയയിൽ അതിനകത്ത് ആദ്യകാലങ്ങളിലൊക്കെ ജഡത്തിൻ്റെ ഭയങ്കര പിടിച്ചുപറികളുണ്ടാകും. അതിൻ്റെ അകത്ത് ഇപ്പോൾ അത് ജഡത്തെ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ചില മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ ചിലർ എപ്പോഴും ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും മറ്റുള്ളവരുടെ വക എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം, അവരെ എങ്ങനെയെങ്കിലും അവരെയൊക്കെ കൂടുതൽ സമ്പാദിക്കുന്ന ആക്രാന്തങ്ങളൊക്കെ ഇല്ലേ. ഇപ്പം ജഡത്തിൻ്റെ പിടിച്ചുപറികളെന്നാണ് അതിന് പറയണത്. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും അത്. അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വിഷയം, ഉദാഹരണത്തിന് ഈ ഉടമ്പടിയിലൊക്കെ വരുമ്പോൾ ഈ ജഡത്തിൻ്റെ ആക്രാന്തം ആൾക്കാർക്ക് ഉടമ്പടി സ്ലോയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പഠിച്ച സാധനമല്ലേ പാലിക്കത്തുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഞാനൊരു 9ാം ക്ലാസ്സൊക്കെ വരെയൊക്കെ ആടിനെയൊക്കെ വളർത്തുമായിരുന്നു വീട്ടിൽ. അപ്പം ഞാനാണ് എൻ്റെ വീട്ടിലെ വളർത്തണമെന്ന് ഞാനാണ് ഇതെല്ലാം കൊണ്ടാക്കണമൊക്കെ ചെയ്യണത്. അപ്പോൾ ആടെ കറക്കണൊക്കെ അപ്പം എനിക്കറിയത്തില്ല.
അപ്പം 4 മണിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആടിനെ കറക്കും. പക്ഷേ ഈ വൈകുന്നേരം കറക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആട് കുഞ്ഞിന് വേണ്ടി പാല് വലിച്ച് കളയും ആകെ മേലോട്ട്. ഒരു 3-4 ആടൊക്കെ ഉള്ള ഞങ്ങളുടെ 10-12 ആടുണ്ടായിരുന്നു. അപ്പം ഈ ആട് പാല് വലിക്കും. അപ്പോൾ അപ്പൻ ഇങ്ങനെ കുറേ കറന്നാലും കിട്ടത്തൊന്നുമില്ല. അപ്പൻ കാണിക്കുന്ന സൂത്രമുണ്ട്. ആട് കുഞ്ഞിന് വേണ്ടിയല്ലേ ആട് പാല് വലിക്കണത്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അപ്പന് അകടയിൽ ഇങ്ങനെ മുലക്കണ്ണിൽ പിടിപ്പിച്ച് കഴിയുമ്പോൾ ശരിയല്ല. അപ്പോൾ കുഞ്ഞ് കുടിച്ചല്ല. അപ്പോൾ ആട് പാലിറക്കി കൊടുക്കും. ഉടനെ അപ്പനെ കുഞ്ഞിനെ ഉടനെ മാറ്റും. എന്നിട്ട് ആ പാല് കറന്നെടുക്കും. ഈ വളർത്തുകാർക്കെല്ലാം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പക്ഷെ അത് ചില ചുരത്തിച്ച് പറ്റിക്കണ ഒരു പരിപാടിയാണത്. ഇതിൻ്റെ അകത്തൊരു ജഡമുണ്ട്. നമ്മൾ ഈ ആടിനോട് കാണിക്കുന്ന ഈ സ്വഭാവം ചില സമയത്ത് ദൈവത്തോട് കാണിക്കും. വെച്ചാൽ ഇപ്പം അനുഗ്രഹം മേലോട്ട് വരച്ചിരിക്കുന്ന സമയം നമുക്ക് അനുഗ്രഹം കിട്ടണില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളിതുപോലെ ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഉടമ്പടി എടുക്കും, പത്രം കൊണ്ട് നടന്ന് കൊടുക്കും. അതൊക്കെ കുഞ്ഞിനെ കൊണ്ട് ചുരത്തിപ്പിച്ച് എടുത്തിട്ടേ കുഞ്ഞിനെ വലിച്ചു മാറ്റത്തില്ലേ? ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി രോഗികൾക്ക് പൊതിച്ചോറ് കൊടുക്കും. പക്ഷേ ദൈവത്തിനറിയാതെ ഈ ആത്മീയമായ കാര്യമാണ് ജഡത്തിൻ്റെ അരൂപിലാണ് ചെയ്യണത്. ഉടമ്പടിയിൽ വന്നിരുന്ന ഒരു ചെറിയൊരു പ്രശ്നം അതാണ്. ആത്മീയ കാര്യം ചിലർ ജഡാരൂപി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കൊണ്ട് ചുരത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം പാലിറക്കി കിട്ടാൻ വേണ്ടിയാണ്. അനുഗ്രഹം ഇറക്കി കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ പ്രവർത്തനം ചെയ്യുക, കുറച്ച് പൊതിച്ചോറ് കൊണ്ട് ആശുപത്രി കൊടുക്കുക, ഇങ്ങനെ കുറേ പരിപാടിയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം പ്രസാദിച്ച് അനുഗ്രഹം ചുരത്തുമെന്ന് അവർക്ക് വിചാരം. ഇതൊന്നും നടക്കത്തില്ല. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ തന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും നിക്കോഡേമോസാണ് സബ്ജക്റ്റ് കേട്ടോ. ജഡത്തിൽ ജനിക്കുക, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. ഇത് ഈശോ പറഞ്ഞത് ഇത് തമ്മിൽ ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. പകുതി ജഡവും പകുതി ആത്മാവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. ആത്മാവാണെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മീയമായിട്ട് തന്നെ ചെയ്യണം. കാര്യം ദൈവത്തിനെ മുൻനിർത്തിയാണ് ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ അത് പിന്നെ ജോലി കിട്ടാൻ വേണ്ടി, പിന്നെ ജപ്തി നടപടി മാറാൻ വേണ്ടി അത് ദൈവം നമുക്ക് ചെയ്തു തരേണ്ടതാണത്. പക്ഷേ അത് ലക്ഷ്യം വെക്കരുത്. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവം തന്നെയായിരിക്കണം. ആത്മാവിൽ ജനിക്കുന്ന ആത്മാവ് തന്നെയായിരിക്കണം. അങ്ങനെ വന്നാൽ ദൈവസ്നേഹം, ഈ മെറ്റീരിയലാണ് പ്രോബ്ലം. ജഡം മെറ്റീരിയലിനെ ഡിവിനൈസ് ചെയ്യുന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ജഡത്തിന് ഏതെല്ലാം പരുവപ്പെടുത്തി ആത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുക്കുന്ന വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തിനാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ബൈബിളിലെ. അപ്പം അതുകൊണ്ട് നമ്മൾ പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. നമ്മൾ ഈശോ പറയത്തില്ലേ, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അതുപോലെ ഞാനും പറയുകയാണ്, പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു ഒഴുക്കത്തോടെ ജാഗ്രതയോടെ ഈ ഒരു പ്രോസസ്സിനെ, ലൈഫിലുണ്ടാകുന്ന അനുഭവങ്ങളെ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ വിസ്തരിക്കപ്പെടാൻ വേണ്ടി, വിപുലീകരിക്കപ്പെടാൻ വേണ്ടി ബോധപൂർവ്വം നമുക്ക് ദൈവത്തെ ലക്ഷ്യം വെച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പൗർണമി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ അമ്മ വഴിയാണ്. ഞാൻ മാർച്ച് 2024 ജൂൺ 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് അമ്മ മാതാവ് ഈശോപ്പെ നൽകിയ വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2024 മാർച്ചിലാണ് +2 കഴിഞ്ഞിറങ്ങിയത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിരിക്കെ മാതാവിനോട് ഈശോപ്പയോടും പ്രാർത്ഥിച്ച് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഏപ്രിലിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എറണാകുളത്താണ് പോയത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അതവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് B1 വരെ ഞാൻ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്താൽ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ, മാതാവ് ഈശോപ്പയും തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, നീ ഉദ്ദേശിച്ച കോഴ്സല്ല നീ അവിടെ പഠിക്കാൻ പോകുന്നത്, നീ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് ഡ്രോപ്പ് ചെയ്, നീ ഡിഗ്രി പഠിക്കാനാണ് പോകുന്നത്, അതിലേക്ക് നീ മാറ് എന്നുള്ളത് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ വെച്ച് ജർമ്മൻ ലാംഗ്വേജ് മാതാവിനോ ഈശോപ്പയുടെ അനുഗ്രഹത്താൽ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ജാനുവരിയിൽ ഞാൻ വീട്ടിലെത്തി.
അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഏജൻസിയെ പറ്റി അറിയാൻ പറ്റി. ഞാൻ അങ്ങനെ ആ ഏജൻസിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ അങ്ങനെ മാർച്ച് 10 എൻ്റെ 2025 മാർച്ച് 10 ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ആ ഏജൻസിയിലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തു. അവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ഉഴപ്പിയിട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഉഴപ്പിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം എന്നെ മാതാവിൻ്റെ ഈശോപ്പയുടെ മകളായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഉടമ്പടിയിൽ ഉഴപ്പി പോകുമ്പോഴും തിരിച്ച് എന്നെ അവിടേക്ക് തന്നെ കൊണ്ടുവരികയായിരുന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കെ മെയിൽ എനിക്ക് ഒരു ഓഫർ ലെറ്റർ വന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആ ഓഫർ ലെറ്റർ വന്നപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അതെന്തോ കാരണത്താൽ എനിക്ക് അവിടുന്ന് അത് റിജക്റ്റായി പോയി. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തത് എനിക്ക് അപ്രൂവായി കിട്ടിയില്ല. പക്ഷേ ആ ടൈമിൽ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് മെയിൽ വന്നു. അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ ഓഫർ ലെറ്റർ കിട്ടി. ഞാനത് മാതാവിൻ്റെ ഈശോപ്പേന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അടുത്ത നിമിഷം തന്നെ എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞു, പൗർണമി, നമ്മൾ ഇത്ര വീക്കിനുള്ളിൽ 2 വീക്കിനുള്ളിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓസ്ട്രിയ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഞാൻ കൊറിയർ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്രൂവായി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്തതിനേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു. ഞാനും അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രതീക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ജപമാല എല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു. ഉപവാസം എടുക്കുമായിരുന്നു, ധ്യാനം കൂടുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് RP പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമായിരുന്നു. ഡിസംബർ 30 അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്തു. ഡിസംബർ 30 ചൊവ്വാഴ്ച എനിക്ക് RP അപ്പോയിൻമെൻറ്റിന് ഡൽഹിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ 29 ഇവിടുന്ന് ഡൽഹിക്ക് പോയി. അവിടെ ചെന്നിട്ടും എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് എന്താണ്, ഞാൻ ഇതുവരെ ഞാൻ അതുവരെ പോയിട്ടില്ല. എനിക്ക് എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഈശോപ്പ എൻ്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കയറി. ഫോണൊന്നും അലോഡല്ല. ഞാൻ മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാൻ തൈലവും പൂശി ഉപ്പ് വായിൽ കഴിച്ചു. അത് കഴിഞ്ഞ് തൈലവും ഇതാക്കിയിട്ട് ഞാൻ കയറി കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ എനിക്കറിയില്ല അവിടെ എൻ്റെ പേപ്പർ മേടിക്കാനിരുന്നത് മാതാവാണ്. അതേപോലെ ഒരു അമ്മയായിരുന്നു. മാതാവിൻ്റെ അതേ കളർ ഡ്രസ്സിട്ട് അതേ രീതിയിലായിരുന്നു എന്നോട് അവർ പെരുമാറിയത്. എന്നോട് ഒരു രീതിയിലും ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ എന്നെ ഇതുവരെ ആ ഒരു രീതിയിലൊന്നുമല്ല പെരുമാറിയത്. മാതാവ് തന്നെയാണ് എന്നെ അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ കഴിവിനാൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. മാതാവിൻ്റെ ഈശോപ്പയുടെ കൃപയാൽ മാത്രമാണ് എനിക്ക് എല്ലാം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ജാനുവരി 4 വീട്ടിലേക്ക് വന്നു. ജാനുവരി 4 കഴിഞ്ഞ് 1 മന്ത് എടുക്കും നമ്മുടെ RP അപ്രൂവൽ വരാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 1 മന്ത് ആയിട്ടും എൻ്റെ RP അപ്രൂവൽ വന്നില്ല. ഫെബ്രുവരിയിലും വന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ അതെല്ലാം മാതാവ് ഈശോപ്പയിൽ ഞാൻ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് മാതാവ് ഈശോപ്പയും എനിക്ക് തന്നതാണത്. അതുവഴി ഞാൻ മാതാവ് ഈശോപ്പയിലും കൂടുതൽ അടുത്തു. എനിക്ക് മാതാവ് ഈശോപ്പയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കെ മാർച്ച് 10 ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതുവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിലാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രതീക്ഷീകരണ പ്രാർത്ഥനയിലും സായന പ്രാർത്ഥനയിലും അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നത് യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് RP അപ്രൂവൽ തരുന്നതെന്നാണ്. പക്ഷേ അതെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 10 ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പൗർണമി, 1 വീക്കിനുള്ളിൽ RP അപ്രൂവൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യാനേ പറ്റൂ. നമുക്ക് ഇതിലൊന്നും ചെയ്യാനൊക്കത്തില്ല. പുതിയതായിട്ട് ഒന്നേന്നും പറഞ്ഞ് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് പൈസ എല്ലാം അതേപോലെ മുടക്കി RPക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഡൽഹിയിൽ പോയി. ഇതൊക്കെയായിരുന്നു അവർ അന്നേരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് ഈശോപ്പയും തരും, 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് RP അപ്രൂവൽ കിട്ടും, ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ അവരെന്നോട് പറഞ്ഞു, പൗർണമി, യൂണിവേഴ്സിറ്റി അല്ല RP അപ്രൂവൽ തരുന്നത്, മജിസ്ട്രേറ്റ് ആണ് RP അപ്രൂവൽ തരുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മജിസ്ട്രേറ്റിന് അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉപ്പിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ധ്യാനം തീരാറായ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീക്കിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും. അത് വിസയുടെ കാര്യവും പറഞ്ഞിട്ടാണ്, പഠിക്കുന്നതിനെ പറ്റിയിട്ട്, വിദേശ പഠനത്തെ പറ്റി പറഞ്ഞിട്ടാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത് 1 വീക്കിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും, അത്ഭുതം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞത്. അപ്പോഴേ എനിക്ക് വിശ്വാസമായി, മാതാവ് ഈശോപ്പെ എനിക്ക് തരും. ഞാൻ കൈവിട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി, കൊന്ത ചൊല്ലാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട്, സായന പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലാറുണ്ട്, ഉപവാസം എടുക്കാറുണ്ട്. എല്ലാം ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർച്ച് 17-ാം തീയതി 1 വീക്ക് ആയ സമയത്ത്, മാർച്ച് 17-ാം തീയതി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ തിരിയിൽ 7 എന്ന് തെളിഞ്ഞു. 7 എന്നുള്ളൊരക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല 7 എന്താ വന്നേ എന്നുള്ളത് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മാർച്ച് 17-ാം തീയതിയാണ് 1 വീക്ക് ആവുക. പക്ഷേ അന്നേരവും എനിക്ക് RP അപ്രൂവൽ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അതെല്ലാം വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് അന്നും ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയിട്ടില്ല. മാതാവ് ഈശോപ്പെ എനിക്ക് ഇന്നല്ലേ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പരാതി പറയാനോ ഒന്നും കൂട്ടാക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പള്ളിയിൽ പോയി എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് 18-ാം തീയതി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എൻ്റെ പ്രാർത്ഥനയെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചൊല്ലി. അതിന് എനിക്ക് വേണ്ടിയിട്ട്, എനിക്കും അമ്മയ്ക്കും ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ മാർച്ച് 18-ാം തീയതി ഞങ്ങൾ ബുധനാഴ്ച ഒരു വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ലോണിൻ്റെ ആവശ്യത്തിന് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വരുന്നു. അപ്പോൾ കോള് വന്നതെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൗർണമി നമുക്ക് IELTS ഒന്നും കൂടെ നോക്കാം, IELTS നോക്കിയിട്ട് നമുക്ക് അത് ഒന്നും കൂടെ ചെയ്യാം. പക്ഷെ ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. മാതാവ് ഈശോപ്പയും തരുമെന്നുള്ള അവർ മുൻകൂട്ടി ഇത് വിചാരിച്ചു, പൗർണമിക്ക് ഇത് കിട്ടില്ല, ഇതൊരിക്കലും കിട്ടില്ല, കാര്യം കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന്, അവസാന നിമിഷത്തിൽ അതൊരിക്കലും കിട്ടില്ല എന്ന് അവരിതാക്കി. പക്ഷെ ഞാനൊരിക്കലും ഇതാക്കില്ലേ, ഞാനും എൻ്റെ അമ്മയും ഉറച്ചു വിശ്വസിച്ചു മാതാവ് അത് തരുമെന്നുള്ളത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അവർ മാർച്ച് 18-ന് എന്നെ വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കോൾ എടുക്കാം. പക്ഷെ എങ്കിലും വിചാരിച്ചു കോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കോൾ എടുത്തതും അവരെന്നോട് പറഞ്ഞത്, പൗർണമി നിൻ്റെ RP അപ്രൂവൽ വന്നു കേട്ടോ, ഇപ്പോഴാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ വീട്ടിൽ, ആ ലോൺ എടുക്കാൻ പോയി ആ വീട്ടിൽ നിന്നതും അമ്മ വഴി ഉടമ്പടി എടുത്ത ആൻറ്റി ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി മാതാവിനോട് മുത്തൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓടി അമ്മ അവിടെ നിർത്തിയിട്ട് വീട്ടിൽ പോയി ഞാൻ മാതാവിൻ്റെ മെഴുകുതിരി പ്രതീക്ഷണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ചൊല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഈശോപ്പോടും പറഞ്ഞിട്ടാണ് RP അപ്രൂവൽ വന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞു. എൻ്റെ അച്ഛനോട് പോലും ഞാൻ പറഞ്ഞത് RP അപ്രൂവൽ മാതാവിനോട് ഈശോപ്പോടും പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ വലിയ അനുഗ്രഹം എന്നെ സഹായിച്ചു. അതേപോലെ മാർച്ച് 18-ന് കൊച്ചിയിലേക്ക് വിസ, അത് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കാനാണ്. അപ്പോൾ വിസയ്ക്ക് വെക്കാൻ കൊച്ചിയിലേക്ക് സ്ലോട്ടില്ല, എനിക്കിനി കുറച്ച് ദിവസവും കൂടി ഉള്ളു. കാര്യം മാർച്ച് 10-ന് ജോസഫിൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അന്നാണ് അറിഞ്ഞത് എനിക്കിനി മാർച്ച് 31-ന് ഡെഡ് ലൈനാണ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല. മാർച്ച് 31-ന് മുന്നേ ഞാൻ അവിടെ എത്തിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പോയി, ഇത് അടുത്തത് നമുക്ക് പുതിയതായിട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണമെന്നറിഞ്ഞത്. അതുകൊണ്ട് മാർച്ച് 18-ന് തന്നെ കൊച്ചിയിലേക്ക് വിസയ്ക്ക് വെക്കുന്ന ഇതില്ലായിരുന്നു. അതുകൊണ്ട് ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പോവാം, ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്ന് ഞാൻ വിസയ്ക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അന്നേരവും വിസ അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ സ്ലോട്ട് അവൈലബിൾ അല്ല. എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പൈസയുടെ ഓപ്ഷൻ, പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അത് കട്ടായി പോവുകയാണ്, ചെയ്യാൻ പറ്റണില്ല. അപ്പോഴത്തേക്ക് ഞാൻ മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാനും അമ്മയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ രാത്രിത്തേക്കുള്ളതിന് ബാംഗ്ലൂർക്ക് ചെല്ലാവുന്ന രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ രാത്രിയിലാണ് 10:15-നായിരുന്നു ട്രെയിൻ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാര്യം ഞങ്ങൾ അങ്ങനെ ഓരോരിടത്തും ദൂരേക്ക് രാത്രിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ജനറലാണ് കിട്ടിയത്. പക്ഷേ കിട്ടിയെങ്കിലും ഞങ്ങൾ ജനറലിൽ കയറാൻ ഞങ്ങൾ അമ്മ മാതാവ് ഈശോപ്പയും ഇതാക്കിയില്ല. ഞങ്ങൾ സ്ലീപ്പറിൽ തന്നെ കയറി കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കയറി. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ TTR വന്നപ്പം പറ്റത്തില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞു ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഇല്ല, ഒന്നാമത് ആൾ കൂടുതലാണ്, അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത സീറ്റിൽ നിന്ന് അടുത്ത സീറ്റിലേക്ക് പോയി. അവിടെയും വന്ന് TTR ഇങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറാം, മാതാവ് ഈശോപ്പ ഉണ്ടല്ലോ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉള്ള രീതിയിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിന്നു. പക്ഷേ അവിടെ ഞങ്ങൾ അങ്ങനെ നിന്ന സമയത്ത് 3-4 പേരുണ്ടായിരുന്നു ജനറലിൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയ. പക്ഷേ ഇത്രയും പേര് നിന്നതിൽ എന്നെയും എൻ്റെ അമ്മയും മാത്രം
ഒരു പോലീസുകാരൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് രണ്ടുപേർക്ക് സീറ്റ് കൊടുക്കണം, ആലുവ വരെയല്ലേ ഉള്ളൂ, അവർക്ക് രണ്ടുപേർക്ക് സീറ്റ് കൊടുക്കണം, അവരെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും മാതാവിൻ്റെ ഈശോപ്പയുടെയും വലിയൊരു അനുഗ്രഹം എനിക്കും എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ആലുവ വരെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. നേരെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി, അവിടെ ബാംഗ്ലൂർക്ക് ഇറങ്ങി. അവിടുന്ന് വണ്ടിയിൽ 1 മണിക്കൂർ ഉണ്ടായിരുന്നു VFSC ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്തും ആ ഏജൻസിയിൽ നിന്ന് മാഡം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പൗർണമി നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല, നമ്മൾ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് മാഡം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പൗർണമി ഒന്ന് കയറി സംസാരിച്ച് നോക്കുമോ, അപ്പോൾ എന്താണെന്ന് ഉള്ളതിൻ്റെ കാര്യം, പൗർണമിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്ന് സംസാരിച്ച് നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴും എനിക്കറിയില്ല, അങ്ങനെ സംസാരിച്ച് ഒരിക്കലും അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അവരെന്താ പറയുന്നത് നോക്കാൻ. ഞങ്ങൾ നേരെ ചെന്ന് അവിടുത്തെ ബാംഗ്ലൂർ VFSC ഒരു മാളായിരുന്നു, ആ മാളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് മാതാവ് ഈശോപ്പ തന്നെയാണ് ഇങ്ങനെ പറയുന്നു, നീ ഒന്നും കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു നോക്ക്, ഒന്നും കൂടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞു നോക്ക് എന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ അവിടെ വിളിച്ചു, അവിടുത്തെ മെയിൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഒന്നും കൂടെ ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ അപ്ലൈ ചെയ്ത് നോക്കുമോ, ഉറപ്പായിട്ടും കിട്ടും, സാർ ഒന്നും കൂടെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ട്രൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് അറിയാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആവും, നമുക്കത് ട്രൈ ചെയ്ത് എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അടുത്തൊരു റൂം എടുത്ത് അങ്ങോട്ടേക്ക് മാറാം, അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും അമ്മയും ആ മാളിൻ്റെ മുമ്പിൽ നിന്ന് കരയുമോ, ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതാണ് ഞങ്ങൾ വന്നത്. മാതാവിൽ ഈശോപ്പിലെയും വിശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങൾ ആ ബാംഗ്ലൂർക്ക് എത്തിയത്. ബാക്കി എല്ലാ മാതാവ് ഈശോപ്പയും തീരുമാനിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് റൂം എടുത്തു. ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളവിടെ ചെന്നു, ഫ്രഷായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും അമ്മയും ജപമാല ചൊല്ലി, ഞങ്ങൾ സായന പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3 മണി സമയമായിരുന്നു. ഒരു 3 മണി സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പൗർണമി അപ്പോയിൻമെൻറ്റ് കിട്ടി, പിറ്റേ ദിവസം 20-ാം തീയതി 4 മണിക്കാണ് പൗർണമിയുടെ അപ്പോയിൻമെൻറ്റ്, നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേറെ ആരുടെയും കഴിവോ ഒന്നും കൊണ്ടല്ല, അത് മാതാവ് ഈശോപ്പയും തന്നെയാണെന്ന് ഞാൻ ഏജൻസിയോട് തുറന്ന് തന്നെ പറഞ്ഞു. കാര്യം എനിക്ക് പറയേണ്ട കാര്യമുണ്ട്, കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് മാതാവ് ഈശോപ്പയും തന്നെയാണ് ഞാൻ ഉറച്ച് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. 20-ാം തീയതി മാർച്ച് 20-ാം തീയതി ആയിരുന്നു എനിക്ക് VFSCയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 4 മണിക്ക്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അവിടെ കയറിയപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, തൈലം തേച്ച് ഞാൻ കുരിശ് വരച്ച് തേനും കഴിച്ച് ഉപ്പുമായിട്ടാണ് ഞാൻ VFSCയിൽ ഉള്ളിലേക്ക് കയറിയത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു VFSCയിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ. ഞാൻ കയറിയിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അവിടെ എല്ലാം എന്നെ ഇങ്ങനെ കാണിച്ചു തരുക, നീ ഇതിലേ പോ, ഇതാണ് നിൻ്റെ വഴി. എല്ലാവരും ഓരോരുത്തരും നിന്ന് എന്നോട് പറഞ്ഞു തരുക, ഇതാണ്. ഞാൻ ആ വഴി എല്ലാം പോയി. മാതാവ് ഈശോപ്പയും കറക്റ്റ് സ്ഥലത്ത് തന്നെ എന്നെ കൊണ്ടെത്തിച്ചു. ഞാൻ അവിടെ നോക്കിയപ്പം ഒരുപാട് കൺട്രിയുടെ ഫ്ലാഗ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോണ കൺട്രിയുടെ ഫ്ലാഗ് മാത്രം എനിക്കവിടെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് നോക്കിയ സമയത്ത് തന്നെ ഒരു മാഡം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഏത് കൺട്രിയാണെന്ന് ചോദിച്ചു. ഞാൻ ഓസ്ട്രിയ എന്ന് പറഞ്ഞു. ഇവിടെ തന്നെയാണ്, നമുക്കിവിടെ ഇരിക്കുക, ടോക്കൺ വരും, അപ്പോഴത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതും എന്നെ വിളിച്ചത് മാതാവാണ്. അവിടെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാര്യം മാതാവിനെ പോലെ ആരായിരുന്നു എനിക്കവിടെ ഉണ്ടായിരുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരാളെടുത്തും ഇത്ര നല്ല രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. എന്നോട് ആ ആൾ പറയുന്നതും എനിക്ക് ഇത്ര നന്നായിട്ട് മനസ്സിലായിട്ടുമില്ല. പക്ഷേ അവിടെ മാതാവ് ഈശോപ്പ ഇടപെട്ടു, എനിക്ക് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു, എന്താണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു, ഓൾറെഡി ഓസ്ട്രിയ മജിസ്ട്രേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പൗർണമിയുടെ ഇത് ഇച്ചിരി ഡിലേ ആയിരുന്നു, അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യം ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിപ്പോയത് ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് ഇതായിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, മജിസ്ട്രേറ്റിൻ്റെ മെയിലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം മെയിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതിനെപ്പറ്റിയിട്ട് ഒന്നുമേ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കറക്റ്റ് സമയത്ത് തന്നെ പൗർണമിയുടെ പാസ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ VFSCയിൽ വിസയ്ക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു, പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വന്നു. അതിന് മുന്നേ ഒന്നും പ്രോസസ്സിങ് എന്നേ ഉള്ളായിരുന്നു. പക്ഷേ വിസ ഡിസ്പാച്ച് ആയെന്നൊന്നും മെയിൽ വന്നിട്ടില്ല. കാര്യം വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വിസയ്ക്ക് വെക്കാൻ. അപ്പം 26-ാം തീയതി ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ കഴിഞ്ഞു, ഇന്ന് രാവിലെ എങ്കിലും എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കും ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇന്നത്തെ കൊറിയർ എല്ലാം ഔട്ടായി, ഇനി
ഇനി കൊറിയർ ഒന്നും വരാനില്ല പൗർണമി, മിക്കവാറും തിങ്കളാഴ്ചത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ കൃപാസനത്തിൽ പോവാം, മാതാവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നിനക്ക് നിൻ്റെ വിസ ഡിസ്പാച്ചായി നമുക്ക് കിട്ടും എന്നുള്ളത് നിൻ്റെ അടുത്ത് വിളിച്ച് പറയും, നീ അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൃപാസനം എത്താറാവുന്നതിന് കുറച്ച് മുന്നേ ഒരു 3 മണി സമയം ആയപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ വന്നു, പൗർണമി വിസ വന്നിട്ടുണ്ട്, വിസ ട്രിവാൻഡ്രത്തേക്ക് ഇതായിട്ടുണ്ട്, പൗർണമി കളക്ട് ചെയ്താൽ മതി, നാളെ മാർച്ച് 29 ഞാൻ ഓസ്ട്രിയയ്ക്ക് പോവാണ്. ഇത്രയും നന്ന അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായി എനിക്ക് ഒരുപാട് വളരാൻ പറ്റി. കാര്യം ഞാൻ ഒരുപാട് ദേഷ്യം ഉള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് എൻ്റെ ദേഷ്യം എല്ലാം കുറച്ച് എനിക്ക് എല്ലാവരോടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പെരുമാറാനുള്ള അനുഗ്രഹം തന്നു. അതേപോലെ തന്നെ ഞാൻ ഒരിടത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും ഞാൻ ഒരു വെള്ളം കുടിക്കാതെ പോലും തിരിച്ച് വീട്ടിലേക്ക് വരാത്തൊരാളാണ്. പക്ഷേ ഒരു കടയിൽ കയറി, പക്ഷേ എനിക്കിപ്പോൾ ഞാനൊരു വെള്ളം കുടിക്കാൻ പോകുമ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഞാൻ വെള്ളം കുടിച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും വെള്ളം കുടിക്കാതെ എത്രയോ പേര് ആ റോഡരികിലും കാര്യങ്ങളും ഇരിക്കുന്നു, അവർക്ക് ഫുഡ് മേടിച്ച് അല്ലെങ്കിൽ അവർക്കൊരു ഇത് മേടിച്ച് കൊടുക്കാതെ ഞാൻ ഒരു സ്ഥലത്തൊന്നും വെള്ളം കുടിക്കാറില്ല. അതിൽ എന്നെ മാതാവ് ഈശോപ്പയും വളർത്തി. അതേപോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുണ്ട്. ഞാനും എൻ്റെ അമ്മയും ആഴ്ചയിൽ എല്ലാവർക്കും ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മാതാവിനും ഈശോപ്പയോട് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് RP അപ്രൂവൽ കിട്ടി പിറ്റേന്ന് തന്നെ ഞാൻ 33 പേർക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി ഞാൻ എല്ലാവർക്കും പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുമെന്നുള്ളത്. പക്ഷേ 18-ാം തീയതി എനിക്ക് പറ്റിയില്ല. ഞാൻ 18-ാം തീയതി തന്നെയാണ് RP വിസയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 21-ാം തീയതി രാവിലെയാണ് ഞാൻ തിരിച്ച് കൊല്ലത്തെത്തിയത്. അമ്മ തന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി ഞാൻ 33 പേർക്കുള്ള ഫുഡ് ഞാൻ ഹോസ്പിറ്റലിലും വഴിയരികിലും എല്ലാം ഞാൻ കൊണ്ടു കൊടുത്തു. കാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട്, സാക്ഷ്യം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ധ്യാനം കൂടി എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്, പ്രതീക്ഷണ പ്രാർത്ഥന സായന പ്രാർത്ഥന എല്ലാം ഞാൻ ചെല്ലാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കൃപാസന മാതാവ്. അത് ഒരിക്കലും ഞാൻ പറയാതിരിക്കത്തില്ല, എല്ലായിടവും ഞാൻ പറയും. എൻ്റെ അമ്മ മാതാവ് തന്നതാണ് എൻ്റെ അമ്മ തന്നതാണ് എൻ്റെ അമ്മ മാതാവിനെ. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവ് ഈശോപ്പയെ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 വചനമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടെ ഇങ്ങനെ പറയുന്നു, വിദേശ വിദ്യാഭ്യാസത്തിന് തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ട് ആ തടസ്സം മാറ്റി കൊടുക്കുന്നു. ഓരോ കാര്യം അവൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പറഞ്ഞപ്പോഴും ഈശോയിലും അമ്മയിലും കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് മെഴുകുതിരിയിൽ 7 എന്ന നമ്പർ എന്നെ കാണിച്ചായിരുന്നു, മൊബൈലിൽ വന്നിരുന്നു. ആ നമ്പർ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. 17-ാം തീയതിയാണ്. തിരിയിൽ 7 എന്ന് വെളിപ്പെടുത്തിയപ്പോഴോ ഈ മകൾ വിശ്വസിക്കുകയാണ് അമ്മയുടെ ദിവസമാണ്. പിന്നീടുള്ള ആ 7-ാം തീയതിയിലുള്ള 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് വിസ RP അപ്രൂവലായത്. പിന്നെ ഓരോ കാര്യങ്ങളും ചൊവ്വാഴ്ചയിലാണ് നടന്നതെന്നാണ് ഈ മകൾ പറയുന്നത്. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയും അമ്മയും കൂടെയുണ്ട്. അച്ഛൻ്റെ ടോക്കിൽ കൂടെയും എഴുതിൽ കൂടെയും മറ്റ് വ്യക്തികളിൽ കൂടെയുമാണ് മാതാവിൻ്റെ ഈശോയുടെ സാന്നിധ്യം ഈ മകൾ അടുത്തറിഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ നമുക്കൊരു പൂർണ്ണ സുരക്ഷിതയാണുള്ളത്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കാം, അവിടുന്ന് നമ്മെ താങ്ങിക്കൊള്ളും. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വചന വായനയിലൂടെയും ശുശ്രൂഷയിലൂടെയും ഒക്കെ നമ്മുടെ വിശ്വാസം നമുക്ക് ശക്തിപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും കുലുങ്ങാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകൾ പറഞ്ഞതുപോലെ അച്ഛനെപ്പോഴും പറയും, വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്, ദൈവത്തോടുള്ള സ്നേഹം നമ്മളെങ്ങനെ കാണിക്കുന്നു എന്ന്. ഈ മകൾ പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിലും ഞാൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് ആഹാരം ഉണ്ടോ എന്നുള്ളൊരു കരുണയാണ് മനസ്സിൽ വരുന്നത്. ഇത് ഉടമ്പടി മക്കളെ മാത്രം മറ്റുള്ള മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നതാണ്. ആ കാരുണ്യവും ആ സ്നേഹവും മറ്റ് മനുഷ്യരോടുള്ള ആ സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടി പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുവാനുള്ള ആ സന്മനസ്, ആ സ്നേഹം, ആ ദയ, അതെല്ലാം ഉടമ്പടി മക്കൾക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ കരുണയോടെ ദൈവത്തിൻ്റെ പരിപാലനം അടുത്തറിയാനായിട്ട് നമുക്ക് സാധിക്കുവാനും മറ്റുള്ളവർക്ക് ആ സ്നേഹം പങ്കുവയ്ക്കുവാനും
നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പൗർണമി നാളെയാണ്, ഇന്നാണ് ടിക്കറ്റ് വന്നത്. പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇന്ന് വരുന്നത്. വഴിയിൽ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, കൃപാസന അമ്മ നമുക്കിത് തരുമെന്ന പൂർണ്ണ വിശ്വാസം. കാരണം ടിക്കറ്റ് എടുത്തേക്കാൻ നാളത്തേനാണ്. നോക്കിക്കേ, മഴ വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കുടയുമായിട്ട് പോകുന്നത് പോലെ നാളത്തേനുള്ള ടിക്കറ്റ് എടുത്തിട്ട് വിസ വന്നിട്ടില്ല. അമ്മക്ക് പോകാം, പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ ആലയത്തിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് നമുക്ക് വിസ വരുമെന്ന പൂർണ്ണ വിശ്വാസം. ഇതാണ് വിശ്വാസം, ഉടമ്പടി വിശ്വാസം, ഉടമ്പടി മക്കളുടെ വിശ്വാസം. ആ പൂർണ്ണ വിശ്വാസത്തോടെ പോകുന്ന വഴിക്കാണ് ടിക്കറ്റ് വരികയും വിസ എല്ലാം റെഡിയാവുകയും നാളത്തേന് ഈ മകൾക്ക് പോകേണ്ടതാണ്. ആ മകൾ പരിശുദ്ധ അമ്മയോട് നന്ദി പറയാനും മറന്നില്ല. ഇതാണ് ക്രൈസ്തവ മക്കളുടെ സ്നേഹം, കൃപാസന അമ്മയോടുള്ള സ്നേഹം. നമുക്കും ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗർണമിക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ദൈവമഹത്വത്തിന് നന്ദി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയോടും അമ്മ മാതാവിനോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജിസ്മ, ഇതെൻ്റെ അമ്മ ജിജി മാർട്ടിൻ. ഞങ്ങൾ വരുന്നത് ഫോർട്ട് ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 3-ാം തീയതി 2025 അമ്മയാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ഉടമ്പടി എടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ തോട്ട്സൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ കൃപാസനത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. എനിക്ക് വിദേശത്ത് പോയി പഠിക്കുവാനായിരുന്നു ആഗ്രഹം. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പലപ്പോഴും എനിക്ക് അതിനൊന്നും പലതും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒന്നും നടക്കാതെയൊക്കെ പോയിട്ട്. അങ്ങനെയാണ് ജർമ്മനിയിൽ പോയി പഠിക്കുവാനുള്ള ഒരു ഇതൊക്കെ ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വരും, പക്ഷെ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുള്ള ഒരാളാണ്. പക്ഷെ മാതാവിനായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ എനിക്ക് ഇതുവരെ മീൻസ് ആ സമയത്തൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല അതൊക്കെ എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു, B2 വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നത് ഞാൻ അമ്മയോടൊക്കെ എപ്പോഴും പറയും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള ഒരിതിലായിരുന്നു പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാനുള്ളൊരു മെയിൻ കാരണം ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ദേവാലയമാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ദേവാലയം പോലെ ഒരു സ്ഥലം, അവിടെ ഇങ്ങനെ എണ്ണ എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് സ്വീകരിക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു സ്വപ്നം കൂടെ കണ്ടു. ജോസഫച്ചൻ്റെ ബ്ലെസ്സിങ് നീ മേടിക്കാതെയാണോ പോകുന്നത്, അങ്ങനെ ഒരു സ്വപ്നം കൂടെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിൽ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാനായിരിക്കും അമ്മ വിളിക്കുന്നത്, അമ്മ മാതാവ് വിളിക്കുന്നതെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉടമ്പടി എടുക്കാൻ നമുക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എക്സാം ആ സമയത്ത് ഞാൻ എഴുതാനായിട്ട് പോകാൻ നിൽക്കുന്ന ടൈമും കൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം നിയോഗം വെച്ചതും അമ്മ മാതാവിനായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. എല്ലാവരും ഭയങ്കര പറയാറുണ്ട് അമ്മ മാതാവ് ഓരോന്നും അനുഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ തന്നതിനെപ്പറ്റി. അപ്പം എനിക്ക് ആ ഒരു അനുഭവം കിട്ടാൻ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ കൂടെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. കോലാപ്പൂർ ആയിരുന്നു എൻ്റെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. 2 മൊഡ്യൂൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ജർമ്മൻ എക്സാം B2-ൻ്റെ. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അതിനുശേഷം അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ആദ്യമൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി അങ്ങനെ കൃത്യമായിട്ടൊക്കെ ചെയ്യാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ വീണ്ടും ഡേറ്റ് എടുത്തു. അത് ഡൽഹിയിലാണ് ഞാൻ ഡേറ്റ് എടുത്തത്. അങ്ങനെ അതും എക്സാം പോയി എഴുതി. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അങ്ങനെ ഞാനത് എക്സാം പോയി എഴുതിയിട്ട് അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി, കാരണം ഡൽഹി വരെ പോയി അത്രയും ചിലവൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊരു എക്സാം എഴുതാൻ നിൽക്കുന്നത്. ഇത് പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴും ഞാനിത് ഉടമ്പടിയിൽ അങ്ങനെ ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും ഞാൻ ആ സമയത്ത് എനിക്ക് ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എനിക്ക് അമ്മ മാതാവിനെ ഈ കയ്യിൽ പിടിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അതെനിക്ക് ഭയങ്കര ഭയങ്കര ഒരു അനുഭവമായിരുന്നു.
അതിനുശേഷം എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഇനി എഴുതുന്ന എക്സാം എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ അച്ഛനെ കണ്ട്, ജോസഫ് അച്ഛനെ കണ്ട് കാണാൻ സാധിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോകുന്നത്. ഈ എക്സാം ഡേറ്റ് കിട്ടുന്നതും എല്ലാം ഞാൻ ടെൽക്ക് എക്സാമാണ് എഴുതിയത്. ആദ്യം ഗോയിത്തയായിരുന്നു, പിന്നെ ടെൽക്ക് എക്സാം ആണ് എഴുതിയത്. അത് 4 മൊഡ്യൂൾ ഒരുമിച്ചാണ് എഴുതാൻ പറ്റുക. ഏതെങ്കിലും ഒന്ന് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതാൻ പറ്റില്ല, ഒരുമിച്ച് തന്നെ എഴുതണം. ഒരുമിച്ച് ഇപ്പം ഏതാണ് തോക്കുന്നത് വീണ്ടും അത് എഴുതുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു മൊത്തം എമൗണ്ട് നമ്മൾ വീണ്ടും കൊടുത്ത് വീണ്ടും എഴുതണം. അപ്പോൾ ഞാൻ എന്ത് റിസ്ക് എടുക്കാനും എനിക്കൊരു പേടിയില്ല. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും റിസ്ക് എടുത്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ മാതാവ്, എൻ്റെ ഈശോയാണ്. ആ ഒരു ഇതിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് ഞാൻ എക്സാമിന് പോയി. എനിക്ക് ഡേറ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഓരോ രീതിയിലും വഴി തുറന്ന് തന്നിട്ടാണ് ഞാൻ എക്സാം ഡേറ്റ് എനിക്ക് കിട്ടി. വളരെ നല്ല കംഫർട്ടബിളായിട്ടാണ് ഞാൻ എക്സാം നല്ല അവിടെയുള്ള ആൾക്കാരാണെങ്കിലും നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ എഴുതിയത്. പക്ഷേ ഒട്ടും എനിക്ക് ആ യാത്രകളൊന്നും തന്നെ സ്മൂത്ത് ആയിരുന്നില്ല. കാരണം ഒത്തിരി പ്രതിസന്ധികൾ എനിക്കുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിലും പ്രതിസന്ധികൾ ഒത്തിരി എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും പരാതിപ്പെടാറില്ല. ഞാൻ എപ്പോഴും അത് താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. താങ്ക് യു ഈശോയെ, താങ്ക് യു അമ്മ മാതാവി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്കറിയാം അവിടെ എന്തെങ്കിലും ഈശോയുടെ പ്ലാനിങ് അവിടെ വരുന്നുണ്ട്. കാരണം എനിക്കറിയാതെ ഉറപ്പാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക്. എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്. കാരണം ഈശോയുടെ പ്ലാനിങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് എക്സാം എഴുതി. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും എല്ലാം തേച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മ എനിക്കിതൊക്കെ തേച്ച് തരാറുണ്ട്. പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഗ്രേ കളർ ഇട്ടിട്ടായിരുന്നു അവിടെ. ഇപ്പം എക്സാം എഴുതുന്ന സമയത്ത് ഒരു ജർമ്മൻകാരി എക്സാം അവിടെ നടത്താനായിട്ട് വരും. അപ്പം ആ ജർമ്മൻകാരി തന്നെ ഡ്രസ്സ് ആഷ് കളറായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അങ്ങനെ എക്സാം എഴുതി. എക്സാം ഈസി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരുന്നില്ല, എന്നാൽ ഭയങ്കര ടഫായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എനിക്കൊന്നും അറിയില്ല, എന്തൊക്കെ ഞാൻ കാണിച്ചു വെച്ചിട്ട് പോന്നു എന്നല്ലാതെ എനിക്കൊന്നും. ഇപ്പോൾ ഇവരെല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, റിസൾട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് 1 മാസം പോലും എടുത്തില്ല, അതിന് മുൻപ് തന്നെ വന്നു. ഞാൻ 4 മൊഡ്യൂളും പാസ്സായി. അതും ഞാൻ എന്തിനാണോ മാർക്ക് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചത്, ഏറ്റവും കൂടുതൽ മാർക്ക് അതിനായിരുന്നു. എനിക്ക് റൈറ്റിങ്ങിന് ടെൽക്ക് എഴുതുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, റൈറ്റിങ്ങിന് അങ്ങനെ അധികം മാർക്ക് കിട്ടാറില്ല. കൂടിപ്പോയാൽ ഒരു 9 മാർക്ക് 10 മാർക്ക്. എനിക്ക് 22-ന് മേലെ മാർക്ക് ഉണ്ടായിരുന്നു. റൈറ്റിങ്ങിന് ഒത്തിരി പാടാണ് മാർക്ക് കിട്ടാനായിട്ട്. അപ്പം ഒത്തിരി ആ ഒരു 4 മൊഡ്യൂളും എനിക്ക് ആ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ എനിക്ക് അമ്മ മാതാവും ഈശോയും എനിക്ക് തന്നു. എനിക്കത് വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഏജൻസി കൊടുക്കും, ഞാൻ ഈശോടുത്ത് പറഞ്ഞു എനിക്ക് പൈസയൊന്നും എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഏജൻസീസൊക്കെ 4 ലക്ഷവും അല്ലെങ്കിൽ എനിക്ക് അത്രയും പോലും ഇല്ല, ഒരു 3 ലക്ഷം പോലും എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ 10ൻ്റെ പൈസ ഇല്ലാതെയാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഓരോ സമയത്തും എനിക്ക് പൈസ എവിടെ നിന്നാണ് വരുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് പൈസ ലഭിച്ചിട്ടുണ്ട്. ഓരോ എന്താണ് ചെയ്യേണ്ട ആ സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോവും. അപ്പം ഈ പറഞ്ഞ പോലെ എക്സാമിൻ്റെ സമയത്ത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് നല്ലൊരു ഏജൻസി കിട്ടി. അതിന് മുൻപ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏജൻസി കൊടുക്കാനായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കൊടുക്കണ്ട എന്നുള്ളത് എൻ്റെ മനസ്സ് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല, അത് അമ്മ മാതാവ് പറയിപ്പിച്ചതെന്നാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ആ ഏജൻസി കൊടുത്ത എൻ്റെ ഫ്രണ്ട് അവൻ കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്തു. പക്ഷെ അവന് കോൺട്രാക്റ്റ് ലഭിച്ചില്ല. ഒരു കോൺട്രാക്റ്റ്, അതായത് ഇൻ്റർവ്യൂ പോലും പിന്നീട് ഒരു ഇൻ്റർവ്യൂ അവന് കൊടുത്തുള്ളൂ, പിന്നീട് കിട്ടിയില്ല. അവനിപ്പോഴും ഒന്നും ആവാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആ ഒരു സ്ഥാനത്ത് വരേണ്ട ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അവിടെ കൊടുത്തില്ല. ആ സമയത്ത് എനിക്ക് ഏജൻസി ഇങ്ങോട്ട്
വഴി തുറന്ന് ഒരു ഏജൻസി എനിക്ക് വന്നു. വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയായിരുന്നു പ്രോസസ്സിങ് ചാർജ് എല്ലാം. അവിടെ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു, പ്രോസസ്സിങ്ങിന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾ എല്ലാം വന്നു തുടങ്ങി. അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പ്രിപ്പറേഷൻ ഇരിക്കുമ്പോൾ പോലും എനിക്ക് സ്പീക്കിങ്ങിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. ജർമ്മനൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒത്തിരി പാടാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ അങ്ങനെ അറിയത്തില്ല അധികമൊന്നും. അങ്ങനെ ഞാൻ എനിക്ക് പാസ്സായി. ഞാൻ ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു അടയാളം വേണം. കാരണം എനിക്ക് ഈശോയും അമ്മയും കൂടെ തന്ന ഒരു സ്ഥലത്തേക്കായി ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അടയാളം കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരിയ എന്ന പേരുള്ള ഒരു എംപ്ലോയറാണ് എന്നെ ഇൻ്റർവ്യൂ എടുത്തത്. ആ പേര് ഞാൻ അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇത് തന്നെയാണ് എൻ്റെ സ്ഥലം. ഞാൻ ഉറപ്പിച്ചു. പിന്നെ മാത്രമല്ല, ഞാൻ പോകുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡിൻ്റെ പേര്, അതായത് ഹെഡായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പേര് മരിയ എന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചത് ഞാൻ അമ്മമാധവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ മാർച്ച് 3-ാം അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം തന്നെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ആ ഒരു സമയത്ത്, ആ ഒരു വീക്കിലോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റിപ്പറ്റി എനിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം, എൻ്റെ ബർത്ത്ഡേ എന്നായിരുന്നു അന്നത്തെ ദിവസം ആണ് എൻ്റെ കോൺട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ജർമ്മൻകാരും എന്നെ വിഷ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് വലിയ ഗിഫ്റ്റായിരുന്നു. അമ്മ മാതാവിൻ്റെ തന്നെ ഗിഫ്റ്റാണ് എനിക്കത്. കോൺട്രാക്റ്റ് കിട്ടി. അതിനുശേഷം വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വിസ സബ്മിഷന് ഞാൻ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തു. അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു വിസ സബ്മിഷന് മുൻപ് തന്നെ. അതായത് 17 എന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതിന് താഴെ എൻ്റെ പേര് മേരി ജിസ്മ എന്ന് പറഞ്ഞിട്ടുള്ള പേര്, അതിലാണ് വിസ കാര്യങ്ങൾ കിട്ടാന്നുള്ളത്. അപ്പം ഞാനിവിടെ അമ്മേനോട് പറഞ്ഞു എന്തോ സംഭവം ഉണ്ട് 17-നെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലാവണില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 17-ാം തീയതി ഞാൻ വെയിറ്റ് ചെയ്തു. 17-ാം തീയതി വിസ വരുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല ഇതെന്തായിരിക്കും സംഭവം എന്നുള്ളത്. പക്ഷേ സംഭവം 17-ാമത്തെ വർക്കിംഗ് ഡേ, അവിടെ ആക്ച്വലി വിസ പ്രോസസ്സിങ് എല്ലാം സാറ്റർഡേ സൺഡേ ഒന്നും ഇല്ല, വർക്കിംഗ് ഡേയ്സിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ കൃത്യം എനിക്ക് 17-ാമത്തെ വർക്കിംഗ് ഡേയിലാണ് എനിക്ക് ഡെസ്പാച്ച് മെയിൽ വന്നത്. ഇന്നലെ എൻ്റെ വിസ കിട്ടി. ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ പാസ്പോർട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിന് ഞാൻ പാസ്പോർട്ട് എല്ലാ ദിവസവും ഞാൻ കൊടുക്കും. ഇത് ചെയ്യുന്നത് വേറെ ആരുമല്ല, അമ്മ മാതാവാണ് ഇതെനിക്ക് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഈ 7-ാമത്തെ പേജിൽ ഞാൻ കുരിശ് വരക്കും. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും, ഈ പാസ്പോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കുരിശ് വരച്ച് വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട്. ഞാൻ 7-ാമത്തെ പേജിൽ തൈലം തേക്കുമായിരുന്നു. എന്ത് വന്നാലും കുഴപ്പമില്ല, ഇതിലെനിക്ക് അടിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. എനിക്ക് 7-ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ചു വന്നിരിക്കുന്നത്. പിന്നെ കൃത്യം 17-ാമത്തെ വർക്കിംഗ് ഡേയിൽ എനിക്ക് വിസയും ഡിസ്പാച്ച് മെയിൽ വന്നു. ഇന്നലെ എനിക്ക് വിസ കിട്ടി. ഇന്നലെ തന്നെ എനിക്ക് ടിക്കറ്റും എടുത്തു, ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇപ്പോൾ ഈ വാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. ഒത്തിരി നല്ല റേറ്റുമാണ് ഫ്ലൈറ്റിന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ കൃത്യം പൈസ എത്ര ഉണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോ തന്നെയാണ് അത് റെഡിയാക്കി തന്നത്. അപ്പം ഇതും എങ്ങനെ പോവും എന്ന് എനിക്കറിയില്ല കേട്ടോ, റെഡിയാക്കിക്കോളണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോടും ഈശോയോടും. അതുപോലെ തന്നെ ഇന്നലെ തന്നെ എനിക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. എല്ലാം സ്മൂത്തായിട്ട് നടന്നു. വളരെ ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പോലെ എല്ലാം സ്മൂത്തായിട്ടാണ് നടന്നത്. ഇതെല്ലാം സംഭവിച്ചത് ഒരു 1 മന്ത് അതിനുള്ളിൽ തന്നെയായിരുന്നു. ഇതെല്ലാം എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടിട്ടല്ല. എനിക്ക് ജർമ്മനിലാണെങ്കിലും ഞാൻ ഒത്തിരി വീക്കാണ്. എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കുകയും എന്നേക്കാൾ നന്നായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതെല്ലാം എനിക്കറിയാം. ഞാൻ എല്ലാവരോടും ഇവിടെ എനിക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് ഇതാണ്, എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്നെപ്പോലെ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ സാക്ഷി ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ പിള്ളേരിങ്ങനെ ഈ പാസ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്കും ഇതുപോലെ വന്നിട്ട് ഇതുപോലെ എനിക്ക് പിടിച്ചിട്ട് എനിക്ക് കാണിക്കണം, ഈ ഒരു അൾത്താരയിൽ കയറിയിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ മാറ്റണേന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഇതുപോലെ ഒത്തിരി പേര് പഠിക്കുന്നവരുണ്ടാവും. എന്താ പറയുക, ഡ്രോപ്പ് ചെയ്യരുത്, മാതാവ് എന്തായാലും കൂടെ ഉണ്ടാകും, അത് ഉറപ്പുള്ള കാര്യമാണ്.
നിങ്ങളത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തായാലും അമ്മ അത് സാധിച്ചു തരും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് പത്രം ഇവിടെ എല്ലാ മാസവും വന്നിട്ട് പത്രം കൊടുക്കുമായിരുന്നു. പത്രം മേടിച്ചിട്ട് ഹോസ്പിറ്റൽസിലും പിന്നെ പൊതു ഇങ്ങനെ റോട്ടിലൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും പോകും. എല്ലാ ആഴ്ചയിലും ഒരു വട്ടം നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ, പിന്നെ ഈ കുഞ്ഞ് പിള്ളേരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ നമ്മൾ പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ അമ്മയും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ബൈബിള് വായനയാണെങ്കിലും നേരത്തെ അത്രയും കുറവായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ബൈബിൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പഠിക്കാനാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് റൂമിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ബൈബിൾ ഉണ്ടാവും. കാരണം എന്തുണ്ടെങ്കിലും എനിക്ക് അപ്പം തന്നെ ബൈബിള് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഈശോ എന്താ പറയണേന്ന് നോക്കുന്ന ഒരാളാണ്. അപ്പം ഒത്തിരി ബൈബിൾ വായന കുറവായിരുന്നു. ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ വായിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ ജപമാല ചൊല്ലാനായിട്ടുള്ളൊരു അനുഗ്രഹം അത് പ്രത്യേകം എനിക്ക് കിട്ടിയത് ഉടമ്പടിക്ക് ശേഷമാണ്. പിന്നെ കുമ്പസാരിക്കാനായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്നും ഇങ്ങനെ തെറ്റിപ്പോവാതെ കൃത്യമായിട്ട് ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഉടമ്പടിക്ക് ശേഷമാണ്. ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് ഉയർച്ചയാണ് ഉണ്ടായത്. ഞാൻ 2023 സെപ്റ്റംബർ 22 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എല്ലാ മാസവും മുടങ്ങാതെ പേപ്പറൊക്കെ വാങ്ങിക്കും. 3 മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കും. എല്ലാം ചെയ്തു പോന്നിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എന്നും എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ കാലുവേദനയായാലും ശരീരവേദന എന്തായാലും മാതാവ് നടത്തിയിരുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു ദിവസം എനിക്ക് മെനോപ്പസായി 1 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആയ സമയത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വരാൻ പാടില്ല, 1 വർഷത്തിന് ശേഷമല്ലേ, അപ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ അകത്ത് തടിപ്പുണ്ട്, ഒരുപാട് മുഴകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ കോൾപോസ്കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ പാസ്മിയർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബയോപ്സിക്ക് അഴക്കാം, എന്നിട്ട് മതി പിന്നത്തെ എന്തെങ്കിലും നോക്കാം എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ച്, ദൈവമേ എന്തെങ്കിലും ക്യാൻസറോ വല്ലതും ആണെങ്കിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാതാവിന് അറിയാമല്ലോ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, മാതാവ് എനിക്കതിനുള്ളൊരു ഉത്തരം തരണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് അവിടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ സൈത്തിൻ്റെ വിരലിൽ തേച്ചിട്ട് പറഞ്ഞു യൂട്രസിൻ്റെ ഭാഗത്ത് കുരിശ് വരക്കുക, ടെൻഷനൊന്നും വേണ്ട, ബയോപ്സിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്മിയർ ടെസ്റ്റ് എടുത്ത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു. ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ അനുഗ്രഹമുണ്ട്. മോനിപ്പോൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. പിന്നെ മോളുടെ അനുഗ്രഹം എല്ലാം മാതാവ് ഞങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകുയരും, ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ക്ഷീണിച്ചിരിക്കാം, പ്രത്യാശ നഷ്ടപ്പെട്ടാം, പ്രശ്നങ്ങൾ കൊണ്ട് തളരാം. പക്ഷെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. കഴുകരെ പോലെ ചിറകുയർത്തി ഉയരാനും ഉടമ്പടിയിൽ ദൈവകൃപയാണ് നമ്മെ ആത്മീയമായി ഉയർത്തുന്നത്. ദൈവം ധൈര്യം നൽകുന്നു. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. മരിയനുടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുകയാണ്. മനുഷ്യശക്തിയിലല്ല, പക്ഷെങ്കിൽ ദൈവശക്തിയിലാണ്. ഉടമ്പടിയിൽ മനസ്സിന് പുതിയ പ്രത്യാശയും ആത്മീയ ശക്തിയുമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവിക അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് മേരി ജിസ്മ എന്ന മകള് നമ്മളോട് പങ്കുവച്ചത്. ഈ മകൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിച്ചിട്ട് പോവുകയും പിന്നീട് ഒരു സ്വപ്നത്തിലാണ് ഈ മകൾക്കൊരു ഉൾപ്രേരണ കിട്ടുകയും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്.
അത് ഈ മകൾക്കൊരു കൂടുതൽ പ്രചോദനം നൽകി. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആശ്വാസം. അങ്ങനെ അതോടെ മോൾക്കുള്ള കൂടുതൽ പ്രത്യാശയായി, കൂടുതൽ ധൈര്യമായി. അങ്ങനെ ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെയുള്ളത് കോൺട്രാക്റ്റ് ആയിരുന്നു. അവിടെയും ഈ മകള് പരിശുദ്ധ അമ്മ, നമുക്കെല്ലാവർക്കും അറിയാം, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന സമയഘടികാരത്തിൻ്റെ അമ്മയാണ്, സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ മകള് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാർച്ച് 3 എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കോൺട്രാക്റ്റ് കിട്ടിയത് മാർച്ച് 3-ാം തീയതിയാണ്. അവിടെയും ഈ മകളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല പരിശുദ്ധ അമ്മ. ഈശോയുടെ എല്ലാ കാര്യവും, മക്കൾ പറയുന്ന ഓരോ കാര്യവും അമ്മ ഈശോയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ജർമ്മൻകാർ പോലും വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ്. പിറ്റേ ദിവസം തന്നെ വിഷിൻ്റെ സബ്മിഷൻ വിസയ്ക്കുള്ള പ്രോസീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു സ്വപ്നത്തിൽ വന്ന് 17 എന്ന നമ്പർ കാണിക്കുകയും 17ാമത്തെ ദിവസം, അതായത് വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഈ മകൾക്ക് വിസ ഡിസ്പാച്ച് ആവുകയും ചെയ്തു. പിന്നീട് വീണ്ടും അവിടെയും ഡേറ്റാണ് കാണിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയും നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പല വ്യക്തികളിൽ കൂടിയാണ്, പല അനുഭവങ്ങളിൽ കൂടിയാണ്, പല രീതിയിലാണ്. ചിലപ്പോഴും മെഴുകുതിരിയിൽ കൂടെ, ചിലപ്പോൾ പല വ്യക്തികളിൽ കൂടെ, ഒന്നുമല്ലെങ്കിൽ പല റെയിൻബോ, പല സുഗന്ധാഭിഷേകം, ഇങ്ങനെ ഓരോരോ രീതികളിലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈ മകൾക്ക് വന്നത്. സ്വപ്നത്തിൽ കൂടിയാണ് ആ നമ്പർ വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ 17ാമത്തെ ദിവസം തന്നെ വിസ ഡിസ്പാച്ച് ആവുകയും ഇന്നലെയാണ് വിസ കയ്യിൽ കിട്ടത്. ആ മകള് 7ാമത്തെ പേജ് എന്നും വിശുദ്ധ തൈലം തേച്ച് അങ്ങനെ ചെയ്യരുതാത്താണ്. കാരണം എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ അത് പേജ് വിസ റിജക്റ്റ് ആവേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എന്നാലും മോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 7 എന്ന ഡേറ്റ് നമുക്കറിയാം, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, ഡിസംബർ 7-ാം തീയതി. ആ 7 എന്നുള്ള പേജാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്, പേജിൽ വേണമെന്നാണ്. അങ്ങനെ 7ാമത്തെ പേജിലാണ് വിസ അടിച്ചു വന്നത്. ടിക്കറ്റ്, ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാലമാണ്, ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. എങ്കിലും ഈ മകൾക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ ടിക്കറ്റും റെഡിയായി. നാളെയാണ് ഈ മകൾ ജർമ്മനിക്ക് നഴ്സിങ്ങിന് പോകുന്നത്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനായിട്ട് മാത്രമായിട്ടാണ് ഇവിടെ വന്നത്. പെട്ടിയിലെല്ലാം പാക്ക് ചെയ്തു. പക്ഷെങ്കിൽ ഉടമ്പടി പുസ്തകം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പുസ്തകം പുറത്തെടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പോകാനായിട്ടാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുന്നത്. നന്ദി പറയാനും മറക്കാത്ത ഈ മകൾക്ക് നമ്മളെ പോലെ ഈശോയ്ക്കും അമ്മയ്ക്കും കൂടുതൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ശക്തി നൽകി നമ്മൾക്കൊരു വലിയ ആശ്രയമാണ് നൽകുന്നത്. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരാനുള്ള ശക്തി. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതാണ് നമുക്കുള്ള വിശ്വാസം. ഉടമ്പടി മകൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ്. കഴുകൻ പക്ഷി കൊടുങ്കാറ്റ് വരുമ്പോൾ പേടിച്ച് താഴോട്ടല്ല പറക്കുന്നത്, മുകളിലോട്ടാണ് പറക്കുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതവും എത്ര കാറ്റ് വന്നാലും കൂടുതൽ ശക്തി ഉപയോഗിച്ച് കൂടുതൽ ഉയരത്തിലേക്ക്, ആത്മീയമായ ജീവിതത്തിലേക്ക് നമുക്കും ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മേരി ജിസ്മയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.